investment multiplier. The theory of investment multiplier introduced by J.M. Keynes. What is investment multiplier? It means an increase in investment that leads to a bigger increase in income. Then the formula for calculating multiplier is 1 by 1 minus MPC, where MPC stands for marginal propensity to consume. It is the ratio between changes in consumption to changes in income. ഇൻകത്തിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് കൺസംഷനിൽ വരുന്ന മാറ്റങ്ങളുടെ റേഷ്യോ സൂചിപ്പിക്കുന്നതിനെയാണ് MPC എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി മേഡ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹100 crores, നമ്മളൊരു റോഡ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതിക്കായിട്ട് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഒരു 100 കോടി രൂപ ചെലവാക്കുന്നു. ആ ചെലവ്, നമ്മുടെ ഈ ചെലവെന്ന് പറയുന്നത് ആ ഒരു റോഡ് നിർമ്മിക്കാൻ വരുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ അതിന് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെയുള്ള വരുമാനമാണ് അവിടെ കൂടുന്നത്. അവർക്കൊക്കെ ഇതിന്ന് വരുമാനം കിട്ടും. സോ അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ അവർ 80 കോടി അവർ ചെലവാക്കുന്നു. അതായത് ഇൻവെസ്റ്റ്മെന്റ് 100 crore അതിന്ന് അവർ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്, കൺസംഷന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നത് 80 crores ആണ്. അപ്പൊ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ഇൻ കൺസംഷൻ ടു ചേഞ്ചസ് ഇൻ ഇൻകം. അപ്പൊ കൺസംഷനിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 100 crore. അപ്പൊ 80/100, അതാണ് MPC എന്നുള്ളത് 0.8 ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 100 crore കിട്ടി, MPC ഈസ് 0.8. അപ്പൊ അതിന്ന് മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 by 1 മൈനസ് MPC എന്ന് പറയുന്നത് എത്രയാ? 0.8. അപ്പൊ 1 ഹരിക്കണം 1 മൈനസ് 0.8. അപ്പൊ അതിന് എന്ന് പറയുന്നത് 5 നമുക്ക് കിട്ടും. അപ്പോ ആ 5 എന്ന് പറയുന്നതാണ് എന്ത്? മൾട്ടിപ്ലയർ. അപ്പോ 100 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ അതിന്റെ മൾട്ടിപ്ലയർ ടൈംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇൻകം വർദ്ധിക്കും. അപ്പൊ 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ മൾട്ടിപ്ലയർ എത്രയാ? 5. അപ്പൊ 5 ഇരട്ടി വരുമാനം വർദ്ധിക്കും. അപ്പൊ 100ന്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 500. അപ്പൊ ഇൻകം എന്ത് ചെയ്തു? 500 ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിൽ ഇനീഷ്യലി ഉണ്ടാകുന്ന ഒരു സ്മോൾ ഇൻക്രീസ് ഒരു ഗ്രേറ്റർ ഇൻക്രീസ് ഇൻകത്തിലോ ഔട്ട്പുട്ടിലോ വരുത്തുന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന കോൺസെപ്റ്റിൽ അവർ പറയുന്നത്. So more spending leads to more income. It is a chain reaction. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു, ഇൻകം കൂടുന്നു, ഇൻകം കൂടുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നു. അങ്ങനെ ഇറ്റ് ഈസ് ലൈക്ക് എ ചെയിൻ റിയാക്ഷൻ. ആൻഡ് എ ബിഗർ എഫക്റ്റ് വിത്ത് ഹയർ MPC. MPC കൂടുകയാണെങ്കിൽ അതനുസരിച്ച് മൾട്ടിപ്ലയറും കൂടും. ഹയർ MPC ഷോസ് ഹയർ മൾട്ടിപ്ലയർ.